ആർക്കും സ്റ്റിഫ് ആവുന്നില്ല അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മെൽറ്റായി പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് തന്നെ ബീറ്റ് ചെയ്ത് കാണിക്കാമെന്ന്. അപ്പോൾ നിങ്ങൾ നാളെയാണ് ക്രീം ബീറ്റ് ചെയ്യുന്നതെങ്കിൽ ഇന്ന് രാത്രിയിൽ തന്നെ ഫ്രീസറിൽ നിന്ന് ഫ്രിഡ്ജിലേക്ക് ക്രീം എടുത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ക്രീം വിപ്പ് ചെയ്യുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പെങ്കിലും ഫ്രീസറിൽ നിന്നെടുത്ത് പുറത്ത് വെക്കാനായിട്ട് നോക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ബീറ്റ് ചെയ്യുന്ന ബൗളുണ്ടല്ലോ, അത് നല്ല ക്ലീൻ ആയിട്ടുള്ളത് എടുക്കാൻ നോക്കുക. അതിനകത്ത് ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാനായിട്ട് പാടില്ല. ഒരു കിച്ചൺ ടവൽ വെച്ച് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്താണ് ക്രീം ഓപ്പൺ ചെയ്യുന്നത്, കണ്ടില്ലേ? ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. വളരെ എളുപ്പമാണ് ഇതൊക്കെ ചെയ്യാൻ. ഞാനിപ്പം 1.5 കപ്പ് ക്രീമാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ അളന്നെടുക്കുന്ന കപ്പിനകത്തും ഒട്ടും തന്നെ വെള്ളമില്ലാന്ന് ഉറപ്പ് വരുത്തുക. കണ്ടില്ലേ, ഞാൻ ഒഴിച്ച സമയത്ത് നിങ്ങൾ ക്രീം കണ്ടില്ലേ? ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ക്രീം കിട്ടാനായിട്ട്. ഇതിനകത്ത് ഒട്ടും തന്നെ ഐസ് ക്രിസ്റ്റൽസ് ഉണ്ടാവാനായിട്ട് പാടില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ ക്രീം ബീറ്റ് ചെയ്ത്